ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാനാസ് ബുക്ക് ഓഫ് ജോയ്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വൈറ്റ് സോസ് പാസ്തയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ആദ്യം 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് തിളപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർക്കണം. എന്നിട്ട് ഞാനിവിടെ 2 കപ്പ് പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോൾ വേണം പാസ്ത ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതൊരു 10 to 12 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് കഴുകിയെടുക്കാം. പാസ്തയുടെ കുക്കിംഗ് പ്രോസസ്സ് നിൽക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. അത് മെൽട്ടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടീസ്പൂൺസ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. വൈറ്റ് സോസ് പാസ്തയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മൈദ. മൈദ കഴിഞ്ഞ് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അഥവാ ബട്ടർ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ബട്ടറും കൊണ്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ബട്ടറും കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പാലൊഴിക്കാം. ഞാനിവിടെ ഒരു 1/4 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1/4 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം. മിൽക്ക് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ, ഈ 2 വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് സവാളയൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂടെ സവാള ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഫോർ എക്സാമ്പിൾ ക്യാരറ്റ്സ്, ബീൻസ് ഒക്കെ ആഡ് ചെയ്യാം. വെജിറ്റബിൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാസ്തയില്ലേ, ആ പാസ്തയും കൂടെ വൈറ്റ് സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പാസ്താസിൽ എല്ലാത്തിലും ഈ വൈറ്റ് സോസ് കോട്ട് ചെയ്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സീസണിങ്സ് ചേർക്കാം. ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് പെപ്പർ പൗഡറാണ്. ക്രഷ്ഡ് പെപ്പർ ഉപയോഗിച്ചാലും വളരെ നന്നായിരിക്കും. പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചീസിൻ്റെ സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത്. ഷീറ്റ്സ് വാങ്ങിക്കാൻ കിട്ടത്തില്ല, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഉപയോഗിക്കാം. പക്ഷേ ചീസ് സ്ലൈസ് ആയിരിക്കും കുറച്ചുകൂടെ ഈസി ആൻഡ് കൺവീനിയൻറ്റ് ടു യൂസ്. അപ്പോൾ ഞാൻ ഇനി ഒറിഗാനോ ഇടുന്നത്. ഒറിഗാനോ ഇല്ലാതെ എന്ത് പാസ്ത. അപ്പോൾ ഞാനിവിടെ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ ടച്ച്. നമുക്ക് സീസണിങ്സ് ഒക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് സീസണിങ്സ് ഒക്കെ എല്ലാ പാസ്തയിലേക്കും എത്തുന്ന രീതിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസ് നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം, കുറവ് ചീസ് ആഡ് ചെയ്യാം. വേണമെങ്കിൽ നമ്മൾ വൈറ്റ് സോസിൻ്റെ അകത്തേക്ക് നമുക്ക് ചീസ് ഇട്ടിട്ട് ശേഷം വേണമെങ്കിൽ പാസ്ത ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് റെസിപ്പി ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. വളരെ വളരെ യമ്മി ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.